കരയണ്ട. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയത്. അപ്പോൾ അതുകൊണ്ട് സുമേഷിൻ്റെ ദൗത്യം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്റെ മോളുടെ ബർത്ത്ഡേക്ക് മേടിച്ച ഫ്ലവറാണ്. അപ്പൊ അത് കുട്ടിയുടെ പാട്ട് കേട്ടപ്പോ തന്നിട്ട് പോവാൻ കരുതി വന്നത്. നേരാ മരിക്കുന്നുള്ളത് സത്യ, നിങ്ങളുടെ ഉള്ളിലെ ചേറുകളെല്ലാം കാക്കയ്ക്ക് തീറ്റ കൊടുക്ക്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ. മോളും വരുക. ഗഫൂർ മാഷ് കലോത്സവ വേദിയിൽ നിന്നും കലോത്സവത്തേക്ക് പോകുന്ന ഒരാളാണ്. നല്ല തിരക്കാണ്. മൈമ്, സ്കിറ്റ് അല്ലേ, നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ. എൻ്റെ മോളെ ഉൾപ്പെടെ പഠിപ്പിച്ചാണ്. ഓണാണ്. ഹലോ. അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഈ വർഷം കലോത്സവത്തിൽ അത്ര സജീവമല്ല. അതിന് മറ്റൊരു റീസണും കൂടി ഉണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്ത നമ്മുടെ സുഹൃത്ത് ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ അവരുടെ മകളാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അവളെ ഈ കലോത്സവത്തിൽ വളരെയധികം സജീവമായിട്ടുള്ള ഒരാളായിരുന്നു സുമേഷ്. അവരുടെ മകളാണ്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയത്. അപ്പോൾ അതുകൊണ്ട് സുമേഷിൻ്റെ ദൗത്യം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. നല്ല ഗായികയാണ് അർച്ചന. അറിയുന്നത് അത് സ്വാഭാവികം. കാരണം ഈ കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ കലോത്സവത്തിൽ വളരെ സജീവമായിരുന്നു. അപ്പോൾ അർച്ചനനെ എന്തായാലും വളർത്തേണ്ടതുണ്ട്. അതിൻ്റെ ഒരു നല്ലൊരു വേദിയായിട്ട് അലിക്കയുടെ കൂടെ ഞങ്ങളാണ് ചേരുകയാണ്. നമ്മളെ കരയണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കണ്ണ് നിറയുന്നു. നല്ല പാട്ടുകാരിയാണ് കേട്ടോ. അതാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും നല്ല ഗായികയാണ്. പിന്നെ മാത്രമല്ല ഇവരുടെ അമ്മായിയാണ് നമ്മുടെ പ്രസീത ചാലക്കുടി ഇവളുടെ അമ്മായിയാണ്. അപ്പം അങ്ങനെയും കൂടെ ഈ പാട്ടിലൊരു പാരമ്പര്യമുള്ള കുട്ടികളാണ്. നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. നമുക്ക് മ്യൂസിക് അവിടെയല്ല കൊടുക്കണ്ടേ? കവർ നൂരിക്കോ നോക്കി. ഇവിടം വരെ എത്തില്ലല്ലോ. അപ്പം അതിൽ ട്രാക്കും അങ്ങനെ എടുക്കണം അല്ലേ? ബ്ലൂടൂത്ത് ഇവിടെ കണക്റ്റ് ആവുന്നില്ലായിരുന്നു. അപ്പോൾ അത് പ്രശ്നമാവുമല്ലോ. അത് അല്ല, ഏത് പാട്ടാണ്? അതെടുത്താൽ മതിയല്ലോ. ഇവിടെ ട്രാക്ക് എടുക്കാമല്ലോ. ഏത് പാട്ടാന്ന് പറഞ്ഞാൽ വേറെ മൊബൈലിൽ എടുക്കാം. ഏത് പാട്ടാണ്? ഏതാണ്? രണ്ട് പാട്ടൊക്കെ പാടാം, പൊളിക്കാം നമുക്ക്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള ഈ ഒരു ലൈവ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കലോത്സവത്തിന്റെ പ്രധാന വേദിയിൽ നിന്നും നമ്മുടെ നാടൻ പാട്ട് വയനാട്ടിൽ നിന്ന് എത്തിയ ചുണക്കുട്ടികളാണ് ഇവിടെയുള്ളത്. സുന്ദരമാരായ ചുണക്കുട്ടികളാണ് ഇവിടെയുള്ളത്. അത് കാണാതെ അറിയില്ലേ? അല്ല, ആ പാട്ട് അപ്പോൾ അതൊന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. നമുക്ക് അനീസേ, ഈ മോള് പറഞ്ഞ അവിടെ നിന്ന് ഒരു നമ്മുടെ നിന്ന് എടുക്കാവോ? മോക്ക് നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ല.
ഇഷ്ടപ്പെടല്ലപ്പ. കാശിന്റെ കൊട്ടാര മുറ്റത്ത് ഒരു പൂവും വിരിയില്ല കേട്ടോ. നൂറിന്റെ കെട്ടിന്റെ മുമ്പിൽ ഒരു പാട്ടും വിരിയില്ല കേട്ടോ. നൂറിന്റെ കെട്ടിന്റെ മുമ്പിൽ ഒരു പാട്ടും വിരിയില്ല കേട്ടോ. നൂറിന്റെ കെട്ടിന്റെ മുമ്പിൽ ഒരു പാട്ടും വിരിയില്ല കേട്ടോ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. മരിക്കുന്നുള്ളത് നേരാ, മരിക്കുന്നുള്ളത് സത്യ. മരിക്കുന്നുള്ളത് നേരാ, മരിക്കുന്നുള്ളത് സത്യ. നിങ്ങളുടെ ഉള്ളിലെ ചേറുകളെല്ലാം കാക്കയ്ക്ക് തീറ്റ കൊടുക്ക്. നിങ്ങളുടെ ഉള്ളിലെ പൊട്ടകളെല്ലാം കാറ്റ് കൊളുത്തി പറത്ത്. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. അല്ല മോളെ മൈക്കൊന്ന് പിടിക്കോ ഗഫൂറേ? ഈ വരികൾ മോള് പാടുമ്പോൾ ഉണ്ടായ ഒരു ഫീല് വേറെയാണ് കേട്ടോ. കുറേ അതിൽ അർത്ഥമുണ്ട്. ആ ലാസ്റ്റ് പറഞ്ഞ മരിക്കുമ്പോൾ എങ്ങനെയാണ് ആ ലൈനൊന്ന് പഠിക്കുമ്പോളെ? മരിക്കുന്നുള്ളത് നേരാ, മരിക്കുന്നുള്ളത് സത്യ. മരിക്കുന്നുള്ളത് നേരാ, മരിക്കുന്നുള്ളത് സത്യ. നിങ്ങളുടെ ഉള്ളിലെ ചേറുകളെല്ലാം കാക്കയ്ക്ക് തീറ്റ കൊടുക്ക്. നിങ്ങളുടെ ഉള്ളിലെ പൊട്ടകളെല്ലാം കാറ്റിൽ കൊളുത്തി പറത്ത്. ഗുരുജി, ഇതൊരു വല്ലാത്ത മൂവ്മെൻ്റ് ആയിരുന്നു. കാരണം ഈ മോക്കടെ അച്ഛൻ മരിച്ചിട്ട് എത്ര ദിവസമായി? അധികമായിട്ടില്ല. എത്ര 8 മാസം. മാസമായി കേട്ടോ, 8 മാസമായി. അപ്പം ആ ഭയങ്കര ഫീലായിരുന്നു. ആ ശരി, മോളെ സന്തോഷം. മോളെ പാട്ട് കേട്ടു, അപ്പോൾ ഞങ്ങളത് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന്. ഡയറക്ടറാണ്. പിന്നെ അതറിയില്ല അല്ലേ, നിങ്ങൾ തൃശ്ശൂരാനാണ്. എത്ര സിനിമകളെ തന്നാണ് ഒമറുലുൽ എന്ന് പറയും, അഡാർലോ ഉൾപ്പെടെ നിരവധി സിനിമകൾ, ഹാപ്പി വെഡിങ് ഉൾപ്പെടെ നിരവധി സിനിമകൾ മലയാളിക്ക് തന്ന ആളാണ്. ഇപ്പൊ മോളുടെ പാട്ട് അവിടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നെങ്കിൽ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് മേടിച്ചതാണ്. എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് മേടിച്ച ഫ്ലവറാണ്. അപ്പോൾ അത് കുട്ടിയുടെ പാട്ട് കേട്ടപ്പോൾ തന്നിട്ട് പോകാൻ കരുതി വന്നതാണ്. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. എല്ലാവിധ ആശംസകളും. മോള് വിചാരിച്ച ലെവലിലേക്ക് എത്താൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. പിന്നെ തീർച്ചയായിട്ടും ഇതൊരിക്കലും പ്രതീക്ഷിച്ച ഒരു മൂവ്മെൻ്റ് അല്ല കേട്ടോ, ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു മൂവ്മെൻ്റ് അല്ല. കാരണം അത്രയും ഒരു വല്ലാത്തൊരു ഫീലാണ് ഈ സമയത്ത് നമുക്ക്. നമ്മളെ പോലത്തെ ഒരു കലാകാരന്, ഞാൻ 33 വർഷമായി കലോത്സവത്തിൽ സജീവമായ ഒരാളാണ്. പക്ഷേ ഇവളെ ഇങ്ങനെ ഈ വേദിയിലേക്ക് എനിക്ക് എന്തായാലും വളർത്താൻ വേണ്ടി കൊണ്ടുവന്നത് തന്നെയാണ് അലിക്ക. അത്രയും നല്ല സപ്പോർട്ട്. തീർച്ചയായിട്ടും നാളെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടി മേടിച്ചോണ്ട്. അപ്പോൾ ഈ പാട്ട് അവിടെ നിന്ന് കേട്ട് അത്രയും ഫീൽ ചെയ്തപ്പോൾ ഒരു സിനിമയിലെ ഡയറക്ടർ നേരിട്ട് വന്ന് ഒക്കെ തരുന്നെങ്കിൽ അത്രയും ഫീൽ ഉൾക്കൊണ്ടാണ് കേട്ടോ. നല്ലൊരു കൈ കൊടുക്കാം കേട്ടോ. ഇവിടെ കാണില്ലേ, പോലല്ലോ. ഓക്കെ, തീർച്ചയായിട്ടും വരാം. ഇതാണ് കേട്ടോ, ഇതാണ് മോളെ. ഹാപ്പി അല്ലേ? മൈക്കൊന്നും ഒരിക്കലും ഞാനും എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ആ പറഞ്ഞു വന്ന മോളാ പറഞ്ഞ വരികളുണ്ടല്ലോ, ആ ഒരു വരി ഒന്നും കൂടെ എനിക്ക് കിട്ടുവാണെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി എനിക്ക് അപ്പം മറന്നുപോയി. മരിക്കുന്നുള്ളത് നേരാ, മരിക്കുന്നുള്ളത് സത്യ. മരിക്കുന്നുള്ളത് നേരാ, മരിക്കുന്നുള്ളത് സത്യ. നിങ്ങളുടെ ഉള്ളിലെ ചേറുകളെല്ലാം കാക്കയ്ക്ക് തീറ്റ കൊടുക്ക്. നിങ്ങളുടെ ഉള്ളിലെ പൊട്ടകളെല്ലാം കാറ്റിൽ കൊളുത്തി പറത്ത്. മരിക്കുമെന്നുള്ളത് സത്യമാണ്, ഒരു നാൾ മരിക്കും. ഇന്ന് ഞാനാണെങ്കിൽ നാളെ മറ്റൊരാളാണ്. അത് ഉൾക്കൊണ്ടാണ് മോള് പാടിയത്. അച്ഛൻ്റെ വേർപാട് നമുക്കറിയാം, താങ്ങാവുന്ന അപ്പുറമാണ്. പക്ഷേ ഇതിൽ കുറേ വരികളുണ്ട്. അതിന് സപ്പോർട്ടായി നിൽക്കുന്ന ഗഫൂർ ഭാഷ മറക്കാൻ കഴിയില്ല. അതാണ് അതിനകത്തൊരു വരികൾ വേറെ ഉണ്ട്. എന്താ അതിൻ്റെ ആദ്യത്തെ ഒരു വരി ഉണ്ടല്ലോ മോളെ? നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ.
നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. അതാണ് ഗഫൂർ കൂടിയിരിക്കുന്നത്. പോലുള്ള സിനിമകൾ ഗഫൂർ കൂടാനുള്ള കാരണം ഒരിക്കലും അങ്ങനെ ഇഷ്ടപ്പെടില്ല, എല്ലാവരും ഇഷ്ടപ്പെടണം. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഇപ്പം എന്ത് ചെയ്യുന്നു? എന്താ ചെയ്യുന്നത് ഇപ്പം? ഞാൻ +1 പഠിക്കുന്നു. +1 പഠിക്കുകയാണല്ലേ? കലോത്സവത്തിൽ സജീവമായിരുന്നല്ലേ? അതെ, അച്ഛൻ സജീവമായിരുന്നു അതെ. അല്ലേ? അച്ഛനില്ലാത്ത ആദ്യത്തെ കലോത്സവം സത്യമായിട്ടും. അല്ലേ? അച്ഛൻ മുകളിലിരുന്ന് കാണുന്നുണ്ടാവും. മോളെ ഈ സ്റ്റേജിൽ കൊണ്ടുവന്നതും ഒരു ഡയറക്റ്റ് നേരിട്ട് വന്നൊരു ബൊക്ക തരുകയും ചെയ്തത് അച്ഛൻ നേരിട്ടിരുന്ന് കാണുന്നുണ്ടാവും, മുകളിലിരുന്ന് കാണും. അച്ഛന് മോളെ ഇവിടെ സ്റ്റേജിൽ എത്തിക്കാൻ ഗഫൂർ മാഷ് കഴിഞ്ഞെങ്കിൽ അച്ഛൻ സന്തോഷവാനായിരിക്കും. തീർച്ചയായിട്ടും. ഈ കണ്ണീര് ഉള്ളിൽ നിന്നുള്ള സന്തോഷവും എല്ലാം കൂടി കൂടിയ കണ്ണീരാണ് മോളെ, കേട്ടോ. കരയരുത്. ഈ ഒരു ജീവിത മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വേഷം കെട്ടിയതും ഈ ഒരു നാട് മുഴുവൻ ഈ ഒരു കലോത്സവ വേദിയിൽ എല്ലാവരുടെയും കണ്ണ് നിറയുന്നു അവിടെ. നമുക്ക് അതാണ് അതിൻ്റെ വ്യത്യാസം. കയ്യടി കൊടുക്കാം അല്ലേ? നമുക്കിനിയും വളരണം, ഇനിയും മുന്നോട്ട് പോകുന്നു. അതിൻ്റെ കൂടുതൽ സപ്പോർട്ട് ഞാനും ഉണ്ടാവും. ഗഫൂർ മാഷിൻ്റെ കൂടെ ഞങ്ങൾ സപ്പോർട്ട് ഉണ്ടാവും, കേട്ടോ. അല്ലാത്തൊരു ഫീല്, നല്ലൊരു മുഹൂർത്തം. പോകണോ? നാളെ കാണില്ലേ?